നരേന്ദ്രമോദിയെ പുകഴ്ത്തി തരൂർ പങ്കുവച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി കോൺഗ്രസ് എംപി ശശി തരൂർ. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാന ആസ്തിയാണെന്നായിരുന്നു തരൂർ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ ഊർജം, ഇടപെടാനുള്ള കഴിവ്, ചലനാത്മകത എന്നിവയ്ക്ക് കൂടുതൽ പിന്തുണ അറിയിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് ശേഷമുള്ള രാജ്യത്തിന്റെ നയതന്ത്ര ഇടപെടലുകൾ ദൃഢനിശ്ചയത്തിന്റെയും ഫലപ്രദമായ ആശയവിനിമയത്തിന്റെയും നിമിഷമായിരുന്നുവെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായുള്ള തരൂരിന്റെ തുടർ പ്രതികരണങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുന്നതിനിടെയാണ് വീണ്ടും പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ച് തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സ് പേജിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുള്ള വിദേശ പര്യടനവും മറ്റു നടപടികളെയും വിവരിച്ച തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുകയായിരുന്നു. മോദിയുടെ ഊർജവും ചലനാത്മകതയും ഇന്ത്യയുടെ പ്രധാന ആസ്തിയാണെന്നായിരുന്നു തരൂരിന്റെ പക്ഷം. ആഗോളവേദിയിൽ ഇന്ത്യയുടെ വലിയ ആസ്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടുതൽ പിന്തുണ മോദി അർഹിക്കുന്നു. ഐക്യത്തിന്റെ ശക്തി, ആശയവിനിമയത്തിന്റെ കരുത്ത് എന്നിവയിൽ മോദി ബഹുദൂരം മുന്നിലാണെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു. നരേന്ദ്രമോദിയുടെ വൈദഗ്ധ്യം ആഗോളവേദികളിൽ ഇന്ത്യക്ക് പ്രധാന ആസ്തിയായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെക്കുറിച്ചും തീവ്രവാദത്തിനെതിരെയുള്ള രാജ്യത്തിന്റെ നിലപാടും ആഗോളവേദികളിൽ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഒന്നിനെ നയിച്ചത് ശശി തരൂരായിരുന്നു. ഐക്യപ്പെടുമ്പോൾ വ്യക്തതയോടെയും ബോധ്യത്തോടെയും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്ക് അതിന്റെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയുമെന്ന് ഓപ്പറേഷൻ സിന്ദൂരിനെ തുടർന്നുണ്ടായ നയതന്ത്ര ഇടപെടലുകൾ തെളിയിച്ചുവെന്ന് തരൂർ വിശദീകരിച്ചു. ഐക്യത്തിന്റെ ശക്തി, വ്യക്തമായ ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തി, മൃദു സമീപനത്തിലെ തന്ത്രപരമായ മൂല്യം, സുസ്ഥിരമായ പൊതു നയതന്ത്രത്തിന്റെ അനിവാര്യത എന്നീ പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ നിലനിന്നുകൊണ്ട് കൂടുതൽ സുരക്ഷിതവും നീതിയുക്തവും സമ്പന്നവുമായ ഒരു ലോകത്തിനായി ഇന്ത്യ പരിശ്രമിക്കുമ്പോൾ ഈ പാഠങ്ങൾ മാർഗനിർദ്ദേശ തത്വങ്ങളായി വർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തരൂരിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിൽ പുകയുമ്പോഴും തരൂർ തന്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് മാറുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. എന്ന് മാത്രമല്ല, ഓരോ ദിവസവും മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തുന്നതിൽ നിന്ന് തരൂർ പിന്മാറുന്നതുമില്ല. എംപിയായ തരൂരിനെ പുറത്താക്കാനും ഉൾക്കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്.